പാറത്തോടിലും പരിസര പ്രദേശങ്ങളിലും വർദ്ധിച്ചുവരുന്ന മദ്യ മയക്കുമരുന്ന് ഉപയോഗത്തിനും കുറ്റകൃത്യ പ്രവണതകൾക്കുമെതിരെ പാറത്തോട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. കമ്പളികണ്ടം ടൗണിൽ നടന്ന പ്രതിഷേധ പരിപാടി SNDP യോഗം രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് MP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. പാറത്തോട്ടിലും പരിസര പ്രദേശങ്ങളിലും വർദ്ധിച്ചുവരുന്ന മദ്യം മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടും യുവജനങ്ങളിൽ വർദ്ധിച്ചുവരുന്ന ലഹരിയുടെ ഉപയോഗം നിയന്ത്രിക്കാൻ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുമാണ് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. SNDP രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് MP ശ്രീകുമാർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നഗത്തിന്റെ ഇടയിൽ സൂക്ഷിക്കാവുന്ന മയക്കുമരുന്ന് പോലും ഇന്ന് വളരെ പ്രചാരമാണ്. സിന്തറ്റിക് ഐറ്റത്തിൽ വരുന്ന സിന്തറ്റിക് ഗണത്തിൽ വരുന്ന മയക്കുമരുന്നുകൾ ഇന്ന് ഇടുക്കിയുടെ മണ്ണിലേക്ക് കടന്നു വരികയാണ്. പണ്ടൊക്കെ ഈ സിന്തറ്റിക് മയക്കുമരുന്നുകൾ അത് ഉപയോഗിച്ചിട്ടിരുന്ന സെലിബ്രിറ്റികളാണ്. നിങ്ങൾക്കറിയാം, സിനിമയുമായി ബന്ധപ്പെട്ടവർ, കലാമേഖലയുമായി ബന്ധപ്പെട്ടവരൊക്കെയാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് മാറിയിരിക്കുന്നു. ഇവിടെ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് അത് മിഠായിയുടെ രൂപത്തിലും സ്റ്റാമ്പിന്റെ രൂപത്തിലും വ്യത്യസ്തങ്ങളായ മറ്റു രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കുവാൻ കഴിയാത്ത രീതിയിലൊക്കെ കടന്നു വരികയാണ്. കമ്പളികണ്ടത്തു നിന്നും പാറത്തോട്ടിലേക്ക് ദീപം തെളിച്ചുകൊണ്ടുള്ള പ്രതിഷേധ റാലിയും നടന്നു. ആർക്കുമെതിരായിട്ടുള്ള ഒരു ജ്വാലയല്ല. ഈ മദ്യവും മാഫിയ സംഘങ്ങൾക്കും അമ്മയും പെങ്ങളും എല്ലാം ഉള്ളവരാണ്. അവരുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് പോലും സുരക്ഷിതമായി കടന്നു പോകാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഈ ധാർമ്മികമായി ഉത്തരവാദിത്വം ഏറ്റെടുത്തു കൊണ്ടുവരുന്ന ആ മുഴുവൻ ആളുകളുടെയും ധാർമ്മിക ബോധത്തെ മനസ്സിലാക്കിക്കൊണ്ട് മുഴുവൻ ആളുകളും ആ ധർമ്മത്തെ കർമ്മപഥത്തിലെത്തിക്കുവാൻ, നല്ല ഒരു പാറത്തോടിനെ സൃഷ്ടിക്കുവാൻ, നന്മയുടെ ഒരു പാറത്തോടിനെ സൃഷ്ടിക്കുവാൻ ഏത് സന്ധിക്കും ബലകാലിക്കും നമ്മുടെ കുടുംബങ്ങളിലെ സ്ത്രീജനങ്ങൾക്ക് ധൈര്യമായി മയക്കുമരുന്നിന്റെയും വ്യാജമദ്യത്തിന്റെയും ഉപയോഗം വർദ്ധിച്ചതിനാൽ കുടുംബങ്ങളിലും സമൂഹത്തിലും വലിയ അരാജകത്വം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധ ഈ പ്രദേശത്തുണ്ടാകണമെന്ന് പാറത്തോട് ഫെറോന ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ ആവശ്യപ്പെട്ടു. ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണമായിട്ടാണ് പരിപാടി നടത്തിയത്. ഒന്നാമതായി പോലീസ് അധികാരികൾ ജാഗ്രത പുലർത്തണം. അവർ കുറച്ചുകൂടെ നിസ്സംഗത വെടിഞ്ഞ് ഗൗരവമായി പ്രവർത്തിക്കണം എന്നാവശ്യപ്പെടുക. രണ്ടാമതായി ഈ സാമൂഹ്യ വിരുദ്ധരുടെ പ്രവർത്തനം അവർ തന്നെ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ ജനം സംഘടിതമായി ചെറുക്കാൻ നിർബന്ധിതരായിത്തീരുമെന്ന് മുന്നറിയിപ്പ് നൽകുക. മൂന്നാമതായി നമ്മുടെ കുടുംബങ്ങളിൽ വളർന്നു വരുന്ന തലമുറയെ കുറച്ചുകൂടെ ജാഗ്രതയോടെ സൃഷ്ടിക്കാൻ മാതാപിതാക്കളെ ഓർമ്മപ്പെടുത്തുക. ഇവയെല്ലാമായിരുന്നു ഈ ജാഥയിലെ പ്രധാന ലക്ഷ്യങ്ങൾ. അതുപോലെ തന്നെ ഈ പാറത്തോട്ടിൽ ഇങ്ങനെയുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇവിടെ ഒരു പോലീസ് സേനയുടെ സഹായം ഞങ്ങൾക്ക് ലഭ്യമാകുന്നില്ല. വെള്ളത്തൂവലാണ് പോലീസ് സ്റ്റേഷൻ. വളരെ വിദൂരമായൊരു സ്ഥലമായതുകൊണ്ട് എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട് പലപ്പോഴുമുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് എങ്കിലും വേണം എന്ന ആവശ്യം ഈ ജാഥയിൽ എന്നുള്ളത്. പാറത്തോട് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റും ജനകീയ സമിതി ചെയർമാനുമായ രാജു വീട്ടിക്കൽ, ജനകീയ കൂട്ടായ്മയുടെ ജനറൽ കൺവീനർ ബിജു വള്ളോംപുരയിടം, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് പള്ളിവാതുക്കൽ, തെള്ളിത്തോട് ഇടവക വികാരി ഫാദർ സൈച്ചു പുത്തൻപറമ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേരി വട്ടക്കുഴിയിൽ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TP മൽക്ക തുടങ്ങിയവർ സംസാരിച്ചു.